CPIയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി പാർട്ടിയിൽ തർക്കം. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണ് തർക്കമുയർന്നത്. പാർട്ടി ദേശീയ നേതാവായ പ്രകാശ് ബാബുവിൻ്റെ പേരാണ് ആദ്യം യോഗത്തിൽ ഉയർന്നത്. പിന്നീടാണ് നിലവിലെ അസിസ്റ്റന്റ് സെക്രട്ടറിയായ PP സുനീറിൻ്റെ പേര് പരിഗണനയ്ക്ക് വന്നത്. ഇതോടെയാണ് തർക്കം ഉടലെടുത്തത്. മുല്ലക്കര രത്നാകരനാണ് പ്രകാശ് ബാബുവിൻ്റെ പേര് നിർദ്ദേശിച്ചത്. ചന്ദ്രശേഖരൻ, K രാജൻ, GR അനിൽ തുടങ്ങിയ നേതാക്കന്മാർ പ്രകാശ് ബാബുവിനെ പിന്താങ്ങുകയും ചെയ്തു. അപ്പോഴാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം PP സുനീറിൻ്റെ പേര് മുന്നോട്ട് വച്ചത്. ഇത്തവണ ന്യൂനപക്ഷത്തു നിന്നുള്ള സുനീറിന് രാജ്യസഭാ അംഗത്വം അനിവാര്യമാണെന്ന നിലപാടിൽ ബിനോയ് വിശ്വം ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഇത് പാർട്ടിയുടെ തീരുമാനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതോടെ സ്ഥാനാർത്ഥിത്വം PP സുനീറിന് നൽകാൻ തീരുമാനിച്ചുവെങ്കിലും കടുത്ത എതിർപ്പാണ് യോഗത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് നേരിടേണ്ടി വന്നത്. മുൻ മന്ത്രി കൂടിയായ മുല്ലക്കര രത്നാകരനാണ് പാർട്ടി മുൻ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി കൂടിയായ പ്രകാശ് ബാബുവിന് അവസരം നൽകണമെന്ന് വാദിച്ചപ്പോൾ ഭൂരിപക്ഷം പേരും പിന്താങ്ങിയത് പ്രകാശ് ബാബുവിനെ തന്നെയാണ്. പക്ഷേ അതിനെയെല്ലാം ശക്തമായി ബിനോയ് വിശ്വം പ്രതിരോധിച്ചു. നിലവിലെ സാഹചര്യത്തിൽ ഇതുവരെ പാർലമെൻ്ററി അവസരം കിട്ടാത്ത ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള സുനീർ രാജ്യസഭയിലേക്ക് പോകുന്നതാകും ഉചിതമെന്നാണ് ബിനോയ് വിശ്വം വാദിച്ചത്. UDF കോട്ടകളായ മലപ്പുറത്തും വയനാട്ടിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കായി പലതവണ മത്സരിച്ച് സുനീറിന് പരാജയപ്പെടേണ്ടി വന്നതും ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടി. അതോടെയാണ് കൂടുതൽ തർക്കങ്ങളില്ലാതെ സുനീറിൻ്റെ പേര് അംഗീകരിച്ചത്. കഴിഞ്ഞ തവണ P സന്തോഷ് കുമാറിൻ്റെ പേര് തീരുമാനിച്ചപ്പോഴും അവസാനം വരെ പരിഗണനയിൽ ഉണ്ടായിരുന്നത് പ്രകാശ് ബാബുവിൻ്റെ പേരായിരുന്നു. കാനത്തിൻ്റെ ഗ്രൂപ്പ് അല്ലാത്തതാണ് അന്ന് പ്രകാശ് ബാബുവിൻ്റെ പേര് തള്ളപ്പെട്ടത്. കാനം ഗ്രൂപ്പിൻ്റെ ആളും കാനത്തിൻ്റെ അടുത്ത അനുയായികളിൽ ഒരാളുമാണ് PP സുനീർ. കാനത്തിൻ്റെ തന്നെ താൽപ്പര്യപ്രകാരം സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം രാജ്യസഭാ സീറ്റിൽ ആ പക്ഷത്തിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കുകയായിരുന്നു. അങ്ങനെയാണ് കരുതുന്നതും പറയുന്നതും. എന്ന് പറഞ്ഞാൽ ബിനോയ് വിശ്വത്തിൻ്റെ ഗ്രൂപ്പാണ് സുനീർ. CPIയിൽ ഈ പ്രവണത ഇല്ലാത്തതായിരുന്നു. ഒരുപക്ഷെ കാനം സെക്രട്ടറിയായി വന്നപ്പോഴാണ് ഈ ഗ്രൂപ്പ് വലിയ രീതിയിൽ പ്രകടമായി വന്നത്. പ്രകാശ് ബാബുവാണ് സീനിയർ. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രകാശ് ബാബുവിന് കൊടുക്കേണ്ടതായിരുന്നു. കാനത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് പോലും പ്രകാശ് ബാബുവിൻ്റെ പേര് വന്നിരുന്നു. അപ്പോഴും കാനത്തിൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞായിരുന്നു പ്രകാശ് ബാബുവിനെ ഒഴിവാക്കി ബിനോയ് വിശ്വത്തെ തെരഞ്ഞെടുത്തത്. ഇപ്പോഴും അതേ കാരണം ചൂണ്ടിക്കാട്ടി രാജ്യസഭയും തട്ടിത്തെറിപ്പിച്ചു. പ്രകാശ് ബാബുവിനെ ഒഴിവാക്കിയതിൽ താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കിടയിൽ അമർഷം പുകയുകയാണ്. വരുന്ന നാളുകളിൽ കീഴ്ഘടകങ്ങളിൽ ഇതേക്കുറിച്ച് ചർച്ച വരുമ്പോൾ നേതാക്കൾക്ക് ഉത്തരം മുട്ടും. വയനാട്ടിൽ മത്സരിച്ച ദേശീയ നേതാവായ ആനി രാജയുടെ പേരും നേരത്തെ ഈ സീറ്റിലേക്ക് ഉയർന്നിരുന്നെങ്കിലും നിർവാഹക സമിതിയിൽ അക്കാര്യം വന്നില്ല. ഏതായാലും പാർട്ടിയിൽ പൊട്ടിത്തെറി ഉണ്ടാകും, ഒരു സംശയവുമില്ല.